എൻ്റെ ഫോക്കസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ബിക്കോസ് ഞാൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു 4 വർഷം അൺടിൽ 2010 എനിക്ക് പ്രയോറിറ്റി അതായിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ സിനിമകൾ വന്നാലും എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ നിന്ന് ലീവ് കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. സോ ഞാൻ അതിനനുസരിച്ചാണ് സിനിമകളൊക്കെ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് വെള്ളത്തോല് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക ക്രിസ്മസ് വെക്കേഷൻ്റെ ലീവ് മാനേജ് ചെയ്തിട്ടാണ് അഭിനയിച്ചത്. ജനകൻ ചെയ്യുമ്പോൾ ദീപാവലിയുടെ വെക്കേഷനൊക്കെ അങ്ങനെയൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി എൻ്റെ ആദ്യത്തെ 4 ഇയേഴ്സ് അങ്ങനെയായിരുന്നു. ആൻഡ് ഓവർ ദി ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഒരു 10-11 സിനിമകളാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഒരു 7s ഒക്കെ സമയത്താണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഈ പറഞ്ഞ പോലെ യുനോ കാരണം മേ ബി അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പോഴാണ് ഞാനും 2013 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക്, ഒരു 1 or 2 ഇയേഴ്സ് ബ്രേക്ക് എടുക്കാം. പിന്നെ ആ സമയത്ത് എൻ്റെ ഒരു ഫോക്കസ് ഓൺ ഡിറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മ്യൂസിക് വീഡിയോസ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. സോ ഒരു 1-2 വർഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങി. അത് നീണ്ടു പോയി ഇപ്പൊ 10 വർഷമായി. അതെ. അപ്പൊ ഈ ഒരു 10 ഇയേഴ്സ് ഇപ്പൊ ആദ്യം തന്നെ ഒരു 1 to 2 ഇയേഴ്സ് നമുക്ക് ഗ്യാപ്പ് എടുക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് ആക്ച്വലി നല്ലതാണോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ആണോ കൂടുതലുള്ളത്? അയ്യോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ബ്രേക്ക് വേണമായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഒരു ഒരു എന്താ പറയാ ഒരു റീ എൻട്രി പോലെ ഐ വോണ്ടഡ് എ ബ്രേക്ക്. പിന്നെ എന്റെ മെയിൻ ഞാൻ ബ്രേക്ക് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റേതായ ഒരു ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് ഫോർ ഡിറക്ഷൻ. സോ എനിക്കൊരു ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ്, ഐ എം ഗോയിങ് ടു ഡയറക്ട് എന്ന് പറയുന്നേക്കാൾ ഉപരി എനിക്ക് എന്റേതായിട്ടുള്ളൊരു പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി എന്നോട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോസും ഒരു 10ഓളം ആഡ്സും കാര്യങ്ങളൊക്കെ ഡയറക്ട് ചെയ്തതും. സോ അങ്ങനെയാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. ബ്രേക്ക് എടുത്തപ്പോ പിന്നെ കുറച്ച് ലോങ് ബ്രേക്ക് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ ഈവൻ എന്താ പറയാ പിന്നെ ഇതെല്ലാം എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊണ്ട് ദാസ അത്രേ ഉള്ളൂ. നമ്മളിത് പ്ലാൻ ചെയ്തിട്ടൊന്നും സംഭവിക്കുന്നല്ലോ, അങ്ങനെ വരുന്നതാണ്. അതെ. ഇപ്പൊ ഫസ്റ്റ് മൂവി തന്നെ ഭയങ്കര ആൾക്കാർ സ്വീകരിച്ച ഒരു ക്യാരക്ടർ 7 വയസ്സുള്ളപ്പോ എനിക്ക് 7 വയസ്സുള്ളപ്പോ ഗോൾ എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് മൂവി തന്നെ അങ്ങനെ ഒരു നമുക്കൊരു ബ്രേക്ക് ത്രൂ ആവുമ്പം അതിനെ മറികടക്കാൻ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു സൂപ്പർ. എനിക്ക് അങ്ങനെയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ഓരോ സിനിമകൾക്കിടയിലും ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, അതായത് 2007 തൊട്ട് ഞാനിപ്പോ ലാസ്റ്റ് ചെയ്യുന്ന 2014 വരെ ആ ഒരു 7 ഇയേഴ്സിലാണ് ഞാനൊരു 10 സിനിമകൾ ചെയ്തത്. 7 ഇയേഴ്സ്. ഇപ്പൊ ഒരു വർഷത്തിൽ 10 പടം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് 10 പടമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ.